കോട്ടയം പോലുള്ള ജില്ലകളിൽ അതിശക്തമായ പ്രവർത്തനം ബി ജെ പിക്ക് വേണ്ടി പല തെരഞ്ഞെടുപ്പിലും നടത്തിയത് ഈ SNDP ശാഖകളാണ്. ഏറ്റവും ദയനീയമായ ഒരു രാഷ്ട്രീയ പെർഫോമൻസ് നടത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേര് BDJS എന്നാണ്. ആ BJPയെ ഇനി തിരിച്ചു കൊണ്ടുവരാൻ കേരളത്തിലെ CPM-നല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. BJP കേരളത്തിൻ്റെ മാധ്യമ ലോകത്ത് നിശബ്ദമായിരിക്കുന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ BJPക്ക് അഭൂതപൂർവമായ വളർച്ച എന്നൊക്കെ പറഞ്ഞു നടക്കുന്നവരുണ്ട്. സത്യത്തിൽ തിരുവനന്തപുരം എന്നൊരു കോർപ്പറേഷനെ കണ്ട് മാത്രം ഇങ്ങനൊരു തീരുമാനത്തിലെത്താൻ കഴിയൂ? കേരളത്തിൽ BJPക്ക് മുമ്പെങ്ങും ഉണ്ടായിട്ടില്ലാത്ത പരാജയമാണ് സത്യത്തിൽ ഈ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൽ മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ 50,000 വോട്ടാണ് BJPക്ക് വർദ്ധിച്ചിരിക്കുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു ഇത്രയും പ്രധാനപ്പെട്ട ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 50,000 വോട്ട് വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു തമാശയാണ്. അത് ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയുടെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷമാണ് 50,000 വോട്ട് എന്ന് പറയുന്നത്. BJP കേരളത്തിൽ സമ്പൂർണ്ണ പരാജയമായി മാറി എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പാണ് ഈ കഴിഞ്ഞുപോയ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. കേരളത്തിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കേതം, എല്ലാ കാലത്തും അവരുടെ പന്നാപുരം കോട്ട എന്ന് പറയുന്നത് പാലക്കാട്ടായിരുന്നു. ആ പാലക്കാട്ട് പോലും ഒറ്റയ്ക്ക് ഭരണത്തിലേറാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ ശ്രീധരനെ പോലുള്ള ഒരാളെ മത്സരിപ്പിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് കൊണ്ടിരുത്താം എന്ന് BJP ആഗ്രഹിച്ച സ്ഥലമാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. ആ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ അവരുടെ ഏറ്റവും വലിയ ശക്തി ദുർഗമാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി. 25 സീറ്റ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ദൗർബല്യമാണ്, ഇല്ലായ്മയുടെ ഒരു പ്രതീകമാണ്. അതുകൂടാതെ കേരളത്തിൽ മറ്റേതെങ്കിലും ഒരു മേഖലയിൽ BJP ഇത്രയും കാലം കൊണ്ടുവരുന്ന ഒരു വോട്ടേഴ്സ് പെർസെൻറ്റേജ് ഉണ്ട്. അതായത് 5%, അത് പിന്നെ 7%, പിന്നെ 12%, പിന്നെ 15%. ആ 15% എന്ന് പറയുന്ന വോട്ടിംഗ് പെർസെൻറ്റേജിൽ നിന്ന് മുന്നോട്ട് പോകാൻ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് കേരളത്തിൽ സാധിച്ചിട്ടേയില്ല. നമ്പർ 1. നമ്പർ 2, NDA എന്ന് പറയുന്ന മുന്നണിക്ക് എന്താ കേരളത്തിൽ പ്രസക്തിയുള്ളത്? കേരളത്തിലെ ഓരോ സാമുദായിക വിഭാഗങ്ങളെയും തങ്ങളോടൊപ്പം ചേർക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ തന്ത്രമാണ് BJP ആവിഷ്കരിച്ചത് എല്ലാ കാലത്തും. അതിലവർ ഏറ്റവും പ്രധാനമായി ഉപയോഗിച്ചത് കേരളത്തിലെ ഈഴവ സമുദായത്തെയാണ്. ആ ഈഴവ സമുദായത്തെ ഒന്നടങ്കം ഹൈജാക്ക് ചെയ്ത് BJPയുടെ ഭാഗമാക്കി മാറ്റാം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് അതേ സമുദായത്തിൽപ്പെട്ട ശ്രീ V. മുരളീധരനെ പോലുള്ള ആളുകളെ മീഡിയേറ്ററാക്കി വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ വെച്ചിട്ട് ഇതിൻ്റെ ചർച്ച ആരംഭിക്കുന്നത്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്രമന്ത്രി പദവി പോലും വാഗ്ദാനം ചെയ്തിട്ടാണ് തുഷാർ വെള്ളാപ്പള്ളിയെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ BJPയിലേക്ക് നേരിട്ടല്ല വരേണ്ടത്, അതിന് പകരം സമുദായത്തെ ആകെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കണം എന്ന പേരിലാണ് BDJS എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ പിറവികൊള്ളുന്നത്. നിർഭാഗ്യവശാൽ കേരളത്തിലെ ഒരുപാട് SNDP ശാഖകൾ, ആ ശാഖാംഗങ്ങൾ BDJS എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളായി മാറി. കോട്ടയം പോലുള്ള ജില്ലകളിൽ അതിശക്തമായ പ്രവർത്തനം BJPക്ക് വേണ്ടി പല തെരഞ്ഞെടുപ്പിലും നടത്തിയത് ഈ SNDP ശാഖകളാണ്. പക്ഷേ ആ SNDP ശാഖകളുടെ പ്രവർത്തനം, BDJSൻ്റെ സാന്നിധ്യം, ഇത് കേരളത്തിൽ 5 മുതൽ 7% വരെ വോട്ടാണ് NDA മുന്നണിക്ക് ടോട്ടലായി വർദ്ധിപ്പിച്ചത്. പക്ഷേ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ സ്ഥിതി എന്താ? കേരളത്തിലെ ഏറ്റവും ചെറിയ പാർട്ടി ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെ കോൺഗ്രസ് എസ് ആണെന്ന്. ആ കോൺഗ്രസ് എസിന് 8 സീറ്റ് കിട്ടി കേരളത്തിൽ. ആ 8 സീറ്റ് പോലും കിട്ടാത്ത കേരളത്തിലെ ഏറ്റവും ദയനീയമായ ഒരു രാഷ്ട്രീയ പെർഫോമൻസ് നടത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേര് BDJS എന്നാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയുടെ ഒരു പ്രസ്താവന പോലും നമ്മളാരും കണ്ടിട്ടില്ല. അദ്ദേഹം NDAയുടെ ഒരു സദസ്സിൽ പോലും പങ്കെടുത്തില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മുന്നണി മാറ്റം ചർച്ചയിലാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളിക്ക് പാർട്ടിയില്ല എന്നല്ല, BDJSും തുഷാറും BJPയോടൊപ്പം നിൽക്കുന്നത്
വെള്ളാപ്പള്ളിയുടെ ആശീർവാദത്തോടെ, വെള്ളാപ്പള്ളി പിണറായി വിജയൻ്റെ കൂടെ സഞ്ചരിക്കുന്നത് വെള്ളാപ്പള്ളിയുടെ ആശീർവാദത്തോടെ. ആ വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ മുന്നണി മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുന്നു. കാരണം ഇനിയൊരു ചാൻസ് തുഷാർ വെള്ളാപ്പള്ളിയെ സംബന്ധിച്ച് കേന്ദ്രമന്ത്രിസഭയിലില്ല. ഇനിയൊരു ചാൻസ് മറ്റേതെങ്കിലും ഒരു പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ തുഷാർ വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ ആ പാർട്ടി BJPയുമായിട്ടുള്ള ബന്ധം പരിപൂർണമായും അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. പിന്നെ BJPയെ സംബന്ധിച്ചിട്ടുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്താണ്? BJPയുടെ ഒരു ഹാർഡ് കോർ ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു. എവിടെയും ഫൈറ്റ് ചെയ്യാൻ, മാധ്യമ ചർച്ചകൾ നടത്താൻ, കേരളത്തിലെ പൊതുവേദികളിൽ പങ്കെടുത്ത് സംസാരിക്കാൻ, കേരളത്തിൽ ഓരോ ദിവസവും മാധ്യമ സമ്മേളനങ്ങൾ വിളിച്ച് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ കഴിയുന്ന ഒരു ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ കോഴിക്കോട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ പെട്ടെന്നൊരു 3-4 പോലീസുകാരിങ്ങനെ അങ്ങോട്ട് ഓടുന്നത് കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു കേരളത്തിലെ ഏതെങ്കിലും മന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളായിരിക്കുന്നു. നോക്കുമ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ വരികയാണ്. 4 ആളുകളാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലുള്ളത്. അദ്ദേഹം ടാക്സി കാറിലാണ് അവിടെ നിന്ന് കയറിപ്പോകുന്നത്. അതായത് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ ഒരു നേതാവിൻ്റെ കാറ് വന്നില്ല. നേതാക്കന്മാർ കോഴിക്കോട് ശ്രീ MT രമേശിനെ പോലുള്ള നേതാക്കന്മാർ നായകത്വം നൽകുന്ന കോഴിക്കോട് ജില്ലയിൽ സംസ്ഥാന അധ്യക്ഷനെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വന്ന് സ്വീകരിക്കാൻ വേണ്ടി പോലും ആളില്ലാത്ത സ്ഥിതിയിലേക്ക് ഒരു കോർപ്പറേറ്റ് മുതലാളി ഒരു പാർട്ടിയെ ഹൈജാക്ക് ചെയ്തതിൻ്റെ അപകടം നമ്മൾ കാണുകയാണ്. ആ അപകടത്തിൻ്റെ ഒരു അനുരണനം എന്നുള്ള രീതിയിലാണ് ഒരു പറ്റം നേതാക്കന്മാരെല്ലാം നിശബ്ദരായി. ഇപ്പോൾ ചില സമയത്ത് സുരേന്ദ്രനൊക്കെ പുറത്ത് വന്ന് ചില പ്രസ്താവന നടത്തുന്നു എന്നല്ലാതെ പെർമനൻ്റായിട്ട് സുരേന്ദ്രൻ നമുക്ക് കാണാൻ കഴിയുന്നില്ല. MT രമേശിനെ കാണാൻ കഴിയുന്നില്ല, ശോഭാ സുരേന്ദ്രനെ കാണാൻ കഴിയുന്നില്ല, മുരളീധരനെ കാണാൻ കഴിയുന്നില്ല. BJP കേരളത്തിൻ്റെ മാധ്യമ ലോകത്ത് നിശബ്ദമായിരിക്കുന്നു. എവിടെയും പ്രതികരണങ്ങളില്ല. ശബരിമലയിൽ ഇത്രയും വലിയ കൂറ്റൻ പ്രതിഷേധവും കൂറ്റൻ പ്രശ്നങ്ങളും ഉണ്ടായപ്പോഴും അവിടെയും BJPയുടെ സാന്നിധ്യം നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നില്ല. കേരളത്തിലെ പൊതുവിഷയങ്ങളിൽ എവിടെയും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ ഇടപെടലുകൾ നടത്തുന്ന, ശക്തമായ സമരക്കൊടുങ്കാറ്റ് അഴിച്ചുവിടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ BJPയെ എവിടെയും കാണാനില്ല. കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിലാകെ BJP നാമാവിശേഷമായി എന്ന് സൂചിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ കഴിഞ്ഞത്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് 2006 വരുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള നീക്കുപോക്ക് CPMുമായി ഉണ്ടാക്കി അതുവഴി ഏതെങ്കിലും ഒരു മെച്ചം, പൊളിറ്റിക്കൽ മെച്ചം ഉണ്ടാക്കാം എന്നല്ലാതെ രാഷ്ട്രീയപരമായും മുന്നണിപരമായും BJP കേരളത്തിൽ തകർന്നിരിക്കുന്നു. അതത്ര എളുപ്പമെന്ന് തോന്നുന്നില്ല. കാരണം തിരുവനന്തപുരം എന്ന ഒരു കുറച്ച് സ്ഥലത്ത് നമ്മൾ ഈ അവിടെ ഉണ്ടായിരുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്നതിനപ്പുറം അവിടെ അവർക്ക് വേണ്ടി വാർഡ് വിഭജനം നടത്തി BJP പറയുന്നത് പോലെ ചെയ്ത് BJPക്ക് ഭരണം കൊടുത്തു, കുറച്ചാളുകൾ ചേർന്നു എന്നല്ലാതെ സംസ്ഥാനം മൊത്തത്തിൽ അങ്ങനെ ഒരു രഹസ്യബന്ധം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അല്ല, ആ രഹസ്യബന്ധത്തിനുള്ള കോപ്പ് കൂട്ടും CPMും BJPയും. പക്ഷെ നമ്മൾ അറിയേണ്ടത് ഇപ്പം മലബാർ മേഖലയിൽ കഴിഞ്ഞ എത്രയോ കാലത്തൊരു കണക്കടുത്ത ദിവസം പുറത്തു വന്നു. 13 RSS BJP പ്രവർത്തകന്മാർ കൊല്ലപ്പെട്ടപ്പോൾ ആ കൊലപാതകത്തിൻ്റെ എല്ലാം മറുഭാഗത്ത് നിൽക്കുന്ന പ്രതിപ്പട്ടികയിലെ ആളുകൾ എന്ന് പറഞ്ഞാൽ CPMകാരാണ്. അപ്പോൾ അതാത് പ്രാദേശിക മണ്ഡലത്തിൽ ഇത്രയും വലിയ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ അപ്പോസ്തലന്മാരായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും മുന്നണിയെയും സ്വീകരിക്കാൻ BJPയുടെ സാധാരണ പ്രവർത്തകന്മാർക്ക് സാധിക്കില്ല. ഇപ്പം തന്നെ നമ്മൾ കേരളത്തിൽ അറിയേണ്ടത് 67ഓളം ഗ്രാമപഞ്ചായത്തുകളുടെ വിധി നിർണ്ണയിക്കുന്നതിൽ പല സ്ഥലത്തും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ചില സ്ഥലത്ത് BJPയും കോൺഗ്രസും തമ്മിൽ മത്സരമാണ്. ആ സ്ഥലത്ത് CPMന് സീറ്റുണ്ട്. CPMും കോൺഗ്രസും തുല്യ സീറ്റ് നേടി അവിടെ BJPക്ക് ഒരു സീറ്റുണ്ട്. അങ്ങനെ BJPയുടെ ആശീർവാദം വേണ്ടുന്ന സ്ഥലങ്ങൾ, CPMൻ്റെ ആശീർവാദം വേണ്ടുന്ന സ്ഥലങ്ങൾ, കോൺഗ്രസിൻ്റെ ആശീർവാദം വേണ്ടുന്ന സ്ഥലങ്ങളൊക്കെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെയെല്ലാം പൊതുവായി എടുത്തിരിക്കുന്ന ഒരു തീരുമാനമുണ്ട്, നോ കോംപ്രമൈസ് വിത്ത് BJP എന്നുള്ളതാണ്. അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഇപ്പോൾ ആർക്കും സാധിക്കില്ല. അവിടെ CPM പോലും പിന്നോട്ട് പോയാലും സ്ഥിതി അപകടകരമാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയുന്നത്, കേരളത്തിൽ BJPയുടെ പെർഫോമൻസ് വളരെ താഴെയാണ്. ഇപ്പോൾ ഒരു മണ്ഡലം ഉദാഹരണമായിട്ട് നമുക്കൊരു പ്രോക്സിമിറ്റി ഉണ്ടായതുകൊണ്ട് പറയുകയാണ്. ഇപ്പം മഞ്ചേശ്വരം മണ്ഡലത്തിലെ 8 പഞ്ചായത്തും UDF സ്വന്തമാക്കി. അവിടെ പുത്തികെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ BJPയുടെ ഏറ്റവും വലിയ ഒരു ഡിവിഷനാണ്. ആ പഞ്ചായത്ത് സോമശേഖര കോൺഗ്രസ് 3-ാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെ ആ പുത്തികെ കോൺഗ്രസ് സ്വന്തമാക്കി. അപ്പോൾ കേരളത്തിൽ BJPക്ക് ആദ്യം അക്കൗണ്ട് തുറക്കാൻ പറ്റുന്ന മണ്ഡലം